നിങ്ങൾ ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കാം. ഒരു വലിയ സിറ്റി ഉണ്ട്, ആ സിറ്റിയുടെ അകത്ത് ഒരുപാട് ബിൽഡിങ്സ് ഉണ്ട്, കാറുകളുണ്ട്, ഒരുപാട് മനുഷ്യന്മാരുണ്ട്. അങ്ങനെ നല്ല തിരക്കേറിയ ഒരു സിറ്റിയാണ് ഇത് എന്നുള്ളൊരു കാര്യം നിങ്ങൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കാം. അങ്ങനെ ആ സിറ്റിയുടെ മാപ്പ് എടുത്ത് നോക്കുമ്പോഴാവട്ടെ ആ സിറ്റിയുടെ നടുക്ക് ഒരു വലിയ എംപ്റ്റി ആയിട്ട് കിടക്കുന്ന ഒരു സ്പേസ് ഉണ്ട്. ഈ സ്പേസിലാവട്ടെ ഒന്നും തന്നെ ഇല്ല, ചെടികളില്ല, മരങ്ങളില്ല, ബിൽഡിങ്സ് ഇല്ല, ആൾക്കാരില്ല, ഒന്നും തന്നെ ഇല്ല. എംപ്റ്റി ആയിട്ട് കിടക്കുന്ന ഒരു സ്ഥലം. എന്നാൽ ഈ എംപ്റ്റി ആയിട്ടുള്ള സ്പേസിൽ നിന്ന് നോക്കുകയാണെങ്കിൽ അതിന് ചുറ്റും ഈ പറയുന്ന പോലത്തെ ആ ഒരു വലിയ സിറ്റിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഞാനിപ്പോ ഈ പറഞ്ഞ ഈ ഒരു സന്ദർഭം വളരെയധികം വിചിത്രമായിട്ട് നിങ്ങൾക്ക് തോന്നിച്ചേക്കാം, പക്ഷേ ഇതേപോലത്തെ ഒരു സംഭവത്തെ നമ്മുടെ പ്രപഞ്ചത്തിൽ കാണാൻ കഴിയും. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പ്രപഞ്ചത്തില് വലിയ ഒരു എംപ്റ്റി ആയിട്ടുള്ള സ്പേസ് ആണ്. അതായത് ഈ ഒരു സംഭവത്തിന്റെ ചുറ്റുപാടും ഒരുപാട് ഗാലക്സികളും സ്റ്റാറുകളും എല്ലാം ഉണ്ട്, പക്ഷേ ഈ ഒരു സ്ഥലത്ത് മാത്രം ഒന്നുമില്ല. നമ്മൾക്ക് ഇപ്പൊ അറിയാവുന്ന ഒരു ഡാറ്റ വെച്ച് ഇത്രയും വലിയ സ്പേസിൽ മിനിമം ഒരു 2000 ഗാലക്സി എങ്കിലും കാണാൻ കഴിയണം. പക്ഷേ നമ്മൾക്ക് ആകെ കണ്ടുപിടിക്കാൻ കഴിയുന്നത് വെറും 60 ഗാലക്സികൾ മാത്രമാണ്. അതും ഈ വലിയ സ്പേസിന്റെ ഷേപ്പ് ഒരു സ്പെരിക്കൽ ഷേപ്പാണ്. ഇതിന്റെ ഡയമീറ്റർ ആയിക്കോട്ടെ 330 മില്യൺ ലൈറ്റ് ഇയേഴ്സ് ആണ്. അപ്പോ ഇത്രയും വലിയ സ്പേസിൽ വെറും 60 ഗാലക്സികൾ മാത്രമാണ് നിൽക്കുന്നത്. അതിന്റെ ഭീകരത നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. ഇനിയിപ്പോ ഈ വലിയ സ്പേസിന്റെ ഒത്ത നടുക്കാണ് നമ്മുടെ മിൽക്കി വേ ഗാലക്സി നിൽക്കുന്നത് നിങ്ങൾ വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1960-കൾ എത്തിയാൽ പോലും വേറൊരു ഗാലക്സി നമ്മുടെ യൂണിവേഴ്സിലുണ്ട് എന്നുള്ളൊരു കാര്യം മനുഷ്യർക്ക് മനസ്സിലാവില്ല. അതിന്റെ കാരണം വേറൊന്നല്ല, ഈ ഒരു സ്ഥലത്തിന്റെ നടുക്ക് നിന്ന് വേറെ ഗാലക്സികളെല്ലാം ഒരുപാട് കോടി കിലോമീറ്റേഴ്സ് അപ്പുറം കിടക്കുന്ന സംഭവങ്ങളാണ്. ഒരു കടലിന്റെ നടുക്ക് പെട്ടുപോകുന്ന ഒരു അവസ്ഥ എന്തായിരിക്കും? ചുറ്റും നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഒന്നും തന്നെ കാണാൻ കഴിയില്ല, കടലുകൾ മാത്രമാണ് കാണാൻ കഴിയുന്നത്. അതേ ഒരു അവസ്ഥ തന്നെയാണ് ശരിക്കും ഈ ഒരു സ്ഥലത്ത് പെട്ടുപോയി കഴിഞ്ഞാൽ. ഇത്രയും വലുപ്പത്തിലുള്ള ഒരു എംപ്റ്റി ആയിട്ടുള്ള സ്ഥലം നമ്മുടെ സ്പേസിൽ കണ്ടെത്തുക എന്ന് പറയുന്നത് അത് വളരെയധികം ഓക്വേർഡ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. എന്നാൽ ഇതെന്തുകൊണ്ടായിരിക്കാം സംഭവിച്ചത് എന്നതിന്റെ ഒരു ഹൈപ്പോത്തറ്റിക്കൽ തിയറി നമ്മുടെ കൈവശമുണ്ട്. ഇതിനെയാണ് ടൈപ്പ് 3 സിവിലൈസേഷൻ ഹൈപ്പോത്തസിസ് എന്ന് നമ്മൾ പറയുന്നത്. മനുഷ്യരെന്ന് പറയുന്നത് ഒരു സിവിലൈസേഷൻ ആണ്. നമ്മൾ ഭൂമിയിൽ നിന്ന് കിട്ടുന്ന എനർജി ഉപയോഗിച്ച് മാത്രമാണ് ഇത്രയും വർഷങ്ങളായിട്ട് ഈ ഒരു സിവിലൈസേഷൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതിൽ ചെറിയൊരു ഭാഗം സോളാർ എനർജി ആയിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും ഭൂരിഭാഗവും ഭൂമിയിൽ നിന്ന് കിട്ടുന്ന എനർജി സോഴ്സസ് ഉപയോഗിച്ച് മാത്രമാണ് ഈ ഒരു സിവിലൈസേഷൻ മുന്നോട്ട് പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു സിവിലൈസേഷനെ വെറും ടൈപ്പ് 0 സിവിലൈസേഷൻ ആണ് എന്ന് പറയാൻ പറ്റും. എന്നാൽ കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരു ടൈപ്പ് 1 സിവിലൈസേഷൻ ആവാനുള്ള സാധ്യതയുണ്ട്. ടൈപ്പ് 1 സിവിലൈസേഷൻ എന്ന് പറയുന്നത് വേറൊന്നല്ല, നമ്മുടെ പ്ലാനറ്റിന്റെ എനർജി മുഴുവനും ഉപയോഗിക്കുന്ന ഒരു സിവിലൈസേഷൻ. അതിനെയാണ് ടൈപ്പ് 1 സിവിലൈസേഷൻ എന്ന് പറയുന്നത്. അതായത് ഈ പ്ലാനറ്റിന്റെ ഉള്ളിൽ കണ്ടുവരുന്ന ഒരു എനർജി ഉൾപ്പെടെ ഈ ഗ്രഹത്തിൽ നിന്നുള്ള എല്ലാ എനർജി സോഴ്സസ് ഉപയോഗിക്കുന്ന ഒരു സിവിലൈസേഷനെയാണ് ടൈപ്പ് 1 സിവിലൈസേഷൻ എന്ന് പറയുന്നത്. എന്നാൽ അതിൽ നിന്ന് നമ്മൾ ഒരുപാട് വർഷം മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ ഒരു ടൈപ്പ് 2 സിവിലൈസേഷൻ ആയിട്ട് മാറും. ഇത്തരം സിവിലൈസേഷൻസ് ആയിക്കോട്ടെ അവരുടെ ആ ഒരു ഗ്രഹം ചുറ്റുന്ന ആ ഒരു സൂര്യനില്ലേ, ആ സൂര്യന്റെ എനർജി മുഴുവനും ഹാർവെസ്റ്റ് ചെയ്യാനുള്ള കഴിവുള്ള ഒരു സിവിലൈസേഷൻ ആയിരിക്കണം. ഇത്തരം സിവിലൈസേഷൻസ് എല്ലാം വളരെയധികം അഡ്വാൻസ്ഡ് ആണെങ്കിൽ മാത്രമാണ് ഞാനിപ്പോ ഈ പറഞ്ഞ ആ ഒരു ടൈപ്പ് 2 സിവിലൈസേഷനിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഇനി അടുത്ത സിവിലൈസേഷൻ ടൈപ്പ് എന്ന് പറയുന്നത് ടൈപ്പ് 3 സിവിലൈസേഷൻ ആണ്. അതായത് ഒരു ഗാലക്സിയിൽ കണ്ടുവരുന്ന മുഴുവൻ നക്ഷത്രങ്ങളുടെ എനർജി ഹാർവെസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സിവിലൈസേഷൻ. കേൾക്കുമ്പോൾ ഇത് വളരെയധികം ഇമ്പോസിബിൾ ആയിട്ടുള്ളതും ഒരു സയൻസ് ഫിക്ഷൻ സിനിമയിലത്തെ കഥ പോലെ നിങ്ങൾക്ക് തോന്നിച്ചേക്കാം. പക്ഷെ സിവിലൈസേഷനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് ഈ ഒരു രീതിയിലാണ്. ഇത്ര അധികം സിവിലൈസേഷൻസ് ഉണ്ടായിട്ട് പോലും നമ്മൾ ഇതുവരെ ഒരു ടൈപ്പ് 1 സിവിലൈസേഷൻ പോലും എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അപ്പോ ഒരു ടൈപ്പ് 3 സിവിലൈസേഷൻ എന്ന് പറയുന്നത് ഒരു എൻറ്റയർ ഗാലക്സിയുടെ മുഴുവൻ നക്ഷത്രങ്ങളുടെ എനർജി ഹാർവെസ്റ്റ് ചെയ്യാൻ കഴിവുള്ള ഒരു സിവിലൈസേഷൻ ആയിരിക്കണം. അപ്പോ ഒരു നക്ഷത്രത്തിന്റെ മുഴുവനും എനർജി എങ്ങനെയായിരിക്കും ഹാർവെസ്റ്റ് ചെയ്തെടുക്കുന്നത് എന്നൊരു ചോദ്യം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അപ്പോ അതിനുള്ള ഒരു ബെസ്റ്റ് പോസിബിൾ ഉത്തരം നമ്മുടെ കൈവശമുണ്ട്. അതിന്റെ പേരാണ് ഡൈസൺ സ്ഫിയർ. ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയാൽ മതി. ഒരു സൂര്യനുണ്ട്. ആ സൂര്യന്റെ മുഴുവനും എനർജി നിങ്ങൾക്ക് ക്യാപ്ചർ ചെയ്തെടുക്കണമെങ്കിൽ ആ സൂര്യന് ചുറ്റും എന്തെങ്കിലും ഒരു വലിയ സ്ട്രക്ചറോ എന്തെങ്കിലും ഒരു സംഭവം വേണ്ടേ? നിങ്ങളിപ്പോ ഈ സ്ക്രീനിൽ കാണുന്ന പോലത്തെ ഒരു സ്ട്രക്ചറിനെ പറ്റിയിട്ടാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോ സൂര്യന് ചുറ്റുമുള്ള ഇത്തരത്തിലുള്ള സ്ട്രക്ചറിനെയാണ് നമ്മൾ ഡൈസൺ സ്ഫിയർ എന്ന് പറയുന്നത്. ഇതുപോലുള്ള ഒരുപാട് ഡൈസൺ സ്ഫിയർ വെച്ചിട്ട് നമ്മുടെ ഗാലക്സിയിൽ കണ്ടുവരുന്ന എല്ലാ നക്ഷത്രങ്ങളുടെയും എനർജി ഹാർവെസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സിവിലൈസേഷൻ ആണ് ശരിക്കും ടൈപ്പ് 3 സിവിലൈസേഷൻ എന്ന് പറയുന്നത്.
ഇത്തരം ചിന്തകളൊക്കെ വരാനുള്ളതിന്റെ കാരണം വേറൊന്നല്ല, ഏതൊരു സിവിലൈസേഷന് ജീവിക്കണമെങ്കിൽ അവിടെ എനർജി വേണം. അപ്പോൾ എനർജി എവിടെ നിന്നൊക്കെ നമുക്ക് ഹാർവെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുമോ അവിടെയൊക്കെ നമുക്ക് ആലോചിക്കാൻ പറ്റും. അപ്പോൾ ഡൈസൺ സ്ഫിയർ എന്ന് പറയുന്ന ആ ഒരു സംഗതി എന്താന്നുള്ള ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. ഇനി നിങ്ങൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കാം. ഒരു സൂര്യന്റെ എനർജി മുഴുവനും ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ആ സൂര്യന് ചുറ്റും നമ്മളൊരു സ്ട്രക്ചർ വെച്ച് മൂടിയിരിക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സൂര്യനിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന ലൈറ്റ് ഒന്നും നമുക്ക് പുറത്തേക്ക് കിട്ടില്ല. അങ്ങനെ അത്തരത്തിലുള്ള ഒരു സൂര്യൻ ഒരുപാടധികം കോടി കിലോമീറ്ററുകൾക്ക് അപ്പുറം നിൽക്കുന്നുണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കുക. ആ ഒരു സംഭവത്തെ നമ്മൾ ഭൂമിയിൽ നിന്ന് നോക്കുകയാണെങ്കിൽ, ടെലിസ്കോപ്പ് ഒക്കെ ഉപയോഗിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു സംഭവത്തെ കാണാൻ കഴിയില്ല. അതിന്റെ കാരണം ആ സൂര്യനിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന ആ ഒരു പ്രകാശം വളരെയധികം വീക്കായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വളരെയധികം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടൈപ്പ് 3 സിവിലൈസേഷൻ ഉണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കുക. ആ ഒരു സിവിലൈസേഷൻ ആയിക്കോട്ടെ ഒരുപാടധികം ഗാലക്സികളിലുള്ള ഇത്തരത്തിലുള്ള നക്ഷത്രങ്ങളുടെ ചുറ്റും ഡൈസൺ സ്ഫിയർ പോലത്തെ സ്ട്രക്ചർ ഒക്കെ പണിതീർക്കുകയും മാക്സിമം എനർജി ഹാർവെസ്റ്റ് ചെയ്യുന്ന ഒരു സിവിലൈസേഷൻ ആണ് ഇത് എന്ന് നിങ്ങൾ വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഭൂമിയിൽ നിന്ന് ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു എൻറ്റയർ റീജിയൻ ഇൻവിസിബിൾ ആയിരിക്കും, കറുത്ത് നിൽക്കുന്ന ഒരു അവസ്ഥയായിരിക്കും. അതിന്റെ അർത്ഥം വേറൊന്നല്ല, ശരിക്കും അവിടെ ഈ പറയുന്ന ഗാലക്സികളും സ്റ്റാറുകളും എല്ലാ സംഗതികളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ അത് വെറും ഇൻവിസിബിൾ ആയിരിക്കും. അതൊരു വലിയ ഓട്ട പോലെ, ഒരു വലിയൊരു വോയിഡ് പോലെ നമുക്ക് തോന്നിക്കാം. ഞാനിപ്പോ ഈ പറഞ്ഞത് ഒരു ഹൈപ്പോത്തറ്റിക്കൽ എക്സ്പ്ലനേഷൻ ആണെന്നുണ്ടെങ്കിൽ ഇതിന് ഒരു ശാസ്ത്രപരമായിട്ടുള്ള എക്സ്പ്ലനേഷൻ കൂടിയുണ്ട്. സംഭവം വേറൊന്നല്ല, നമ്മുടെ യൂണിവേഴ്സ്, നമ്മുടെ പ്രപഞ്ചം സ്റ്റാർട്ട് ചെയ്ത ഒരു സമയമില്ലേ, ആ സമയത്ത് ഒരുപാട് ചെറിയ ചെറിയ വോയിഡുകൾ, ചെറിയ ചെറിയ ഗ്യാപ്പുകളൊക്കെ നമ്മുടെ യൂണിവേഴ്സിൽ മുഴുവനും ഉണ്ടായിരുന്നിരിക്കാം. ഈ ഗ്യാപ്പുകളോടൊപ്പം തന്നെ വളരെയധികം ഡെൻസ് ആയിട്ടുള്ള സ്പേസും നമ്മുടെ യൂണിവേഴ്സിൽ ഉണ്ടായിരുന്നിരിക്കാം. അങ്ങനെ സമയം മുന്നോട്ട് പോകുന്തോറും ഈ ഡെൻസ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു സ്ഥലങ്ങളില്ലേ, അത് മുഴുവനും കൂടിച്ചേർന്ന് നിങ്ങളിപ്പോ സ്ക്രീനിൽ കാണുന്ന പോലെ ഗാലക്സി ക്ലസ്റ്റേഴ്സ് എന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം. അതുപോലെ തന്നെ ബാക്കിയുള്ള ആ ഒരു ഗ്യാപ്പുകളില്ലേ, ബാക്കിയുള്ള വോയിഡുകളൊക്കെ ഇല്ലേ, അതെല്ലാം കമ്പൈൻ ചെയ്തിട്ട് ഒരു വലിയ സ്പേസ് ആയതായിരിക്കാം. അങ്ങനെ ഈ ഒരു സംഭവം ഒരുപാട് കോടി വർഷങ്ങൾ മുന്നോട്ട് പോയപ്പോൾ നമുക്കിപ്പോ കാണാൻ കഴിയുന്ന ആ ഒരു ഗ്രേറ്റ് വോയിഡ് പോലത്തെ ഒരു അവസ്ഥയായതായിരിക്കാം. ഇതാണ് ശാസ്ത്രപരമായിട്ട് നമുക്ക് തരാൻ കഴിയുന്ന ഒരു ലോജിക്കൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പ്രപഞ്ചത്തിൽ വിസിബിൾ മാറ്റർ ഉണ്ട്, ഇൻവിസിബിൾ മാറ്റർ ഉണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ഇൻവിസിബിൾ ആയിട്ടുള്ള മാറ്റർ ആണ്. അല്ലെങ്കിൽ നമ്മുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒന്നുമില്ല, എംപ്റ്റി സ്പേസ് ആണ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത്. അതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് വോയേജർ 1 എന്ന് പറയുന്ന ആ ഒരു സ്പേസ് ക്രാഫ്റ്റ്. ആ ഒരു സംഭവം ഇത്രയും വർഷങ്ങളായിട്ട് ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതുവരെയായിട്ടും വോയേജർ 1 ഒരു ഒബ്ജക്റ്റിനെ പോയി ഇടിച്ചിട്ടില്ല. അതിന്റെ കാരണം വേറൊന്നല്ല, സ്പേസ് എന്ന് പറയുന്നത് മോസ്റ്റ്ലി എംപ്റ്റി ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. എന്നാൽ പ്രപഞ്ചം ഇത്ര അധികം എംപ്റ്റി ആയിട്ടുള്ള ഒരു സ്ഥലമാണെങ്കിൽ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത്, അതായത് ദ ഗ്രേറ്റ് നത്തിങ് എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് അതിനേലും എംപ്റ്റിയർ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഒരു സ്ഥലത്ത് പെട്ടുപോയി, അല്ലെങ്കിൽ ഞാൻ ഒറ്റപ്പെട്ടുപോയി എന്നൊക്കെ ഒരുപാട് ആൾക്കാർ പറയാറുണ്ട്. ഒറ്റപ്പെടൽ എന്ന് പറയുന്ന ഒരു വാക്കിന്റെ എക്സ്ട്രീം വേർഷൻ ആണ് ഞാനിപ്പോ ഈ പറയുന്നത്. അതായത് നിങ്ങളിപ്പോ ആ ഒരു സ്ഥലത്തിന്റെ ഒറ്റ നടുക്കാണ് പോയി നിൽക്കുന്നത് വിചാരിക്കുക. ആ സമയത്ത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാവുന്ന ഒറ്റപ്പെടലാണ് ശരിക്കുമുള്ള ഒറ്റപ്പെടൽ. നിങ്ങൾ ഏത് ഡയറക്ഷനിലേക്ക് നോക്കിയാലും ക്ലിയർ ബ്ലാക്ക് സ്കൈ മാത്രമായിരിക്കും കാണാൻ കഴിയുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ മനസ്സിലെ ഒരു ചിന്തയുണ്ട്, അതായത് തൊട്ടടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് 330 മില്യൺ ലൈറ്റ് ഇയർക്ക് അപ്പുറമാണെന്നുള്ളത്. എന്നാൽ ഈ ഒരു സ്പേസിന്റെ അകത്ത് 60 ഗാലക്സികൾ കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. ഇനി ഈ 60 ഗാലക്സികളിൽ ഒരു ഗാലക്സിയെ കണ്ടുപിടിക്കണമെങ്കിൽ തന്നെ അത് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം കൂടിയായിരിക്കും. ഇനി അഥവാ ഈ ഒരു ഗാലക്സിയിൽ നമ്മളെ പോലെ ഒരു സിവിലൈസേഷൻ ജീവിച്ച് വരുന്നുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുക. അവർ നമ്മളെ അബദ്ധത്തിൽ കണ്ടുപിടിക്കുകയാണെങ്കിൽ അവർ വിചാരിക്കുന്നത് ഇതുവരെ എക്സിസ്റ്റൻസിൽ ഇല്ലാത്ത ഒരു ഗാലക്സിയിൽ നിന്ന് വരുന്ന ഒരു സംഭവമായിരിക്കും നമ്മൾ എന്നായിരിക്കും. കാരണം അവരുടെ പ്രപഞ്ചം എന്ന് പറയുന്നത് ആ ഒരു ഗാലക്സിയിൽ മാത്രം ഒതുങ്ങി പോകുന്ന ഒരു സംഭവമാണ്. ഇതിനെപ്പറ്റിയൊക്കെ ആലോചിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഭ്രാന്തായി പോകും. അതുകൊണ്ട് ഞാൻ അധികം ഒന്നും പറയുന്നില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് എന്താണ് തോന്നുന്നത് അത് മാക്സിമം ഒന്ന് കമന്റ് ചെയ്ത് അറിയിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നല്ലൊരു ടോപ്പിക് ആയിട്ട് ഞാൻ അടുത്ത വീഡിയോ കാണാം.